ആറന്മുള വള്ളസദ്യ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പള്ളിയോട സേവാസംഘം രംഗത്ത്. ദേവസ്വം ബോർഡ് ആചാരലംഘനം നടത്തി വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുകയാണെന്നാണ് ആരോപണം. എല്ലാ ഞായറാഴ്ചയും വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാസംഘം ബോർഡിന് കത്ത് നൽകി. ആറന്മുള വള്ളസദ്യ നടത്തിപ്പ് കാലങ്ങളായി പള്ളിയോടക്കരകളുടെ കൂട്ടായ്മയായ പള്ളിയോട സേവാ സംഘത്തിനാണ്. വഴിപാട് വള്ളസദ്യ നടത്താൻ പള്ളിയോട സേവാ സംഘത്തെയാണ് ബന്ധപ്പെടേണ്ടത്. എന്നാൽ ഞായറാഴ്ചകളിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന വള്ളസദ്യയിൽ താൽപ്പര്യമുള്ളവർക്ക് 250 രൂപ അടച്ചു ബുക്ക് ചെയ്യാമെന്നതാണ് പുതിയ തീരുമാനം. ഇതിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയത്. ദേവസ്വം ബോർഡിന്റെ ഇത്തരം ഇടപെടൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാണെന്നും വാണിജ്യ താൽപ്പര്യമാണ് ഇതിനു പിന്നിലെന്നും പള്ളിയോട സേവാ സംഘം ആരോപിക്കുന്നു. പള്ളിയോട സേവാ സംഘം നടത്തുന്നത് പോലെയല്ല ദേവസ്വം ബോർഡ് നടത്താൻ പോകുന്ന വള്ളസദ്യയെന്നും പള്ളിയോട സേവാ സംഘത്തിന്റെ വാദം. ദേവസ്വം ബോർഡ് തങ്ങളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും പള്ളിയോട സേവാ സംഘം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പള്ളിയോട സേവാ സംഘങ്ങളുമായി കൂടിയാലോചനകൾക്ക് ശേഷമാണ് വള്ളസദ്യ ഏറ്റെടുത്തതെന്നും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ എതിർവാദം. വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഒട്ടേറെ ഭക്തജനങ്ങൾ പള്ളിയുടെ സദ്യയുമായി ബന്ധപ്പെട്ട് സദ്യ കഴിക്കണമെന്നുള്ള താല്പര്യവുമായി ദേവസ്വം ബോർഡിനെ ബന്ധപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം. അപ്പോൾ ഭക്തർക്ക് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ താല്പര്യവുമായി മുന്നോട്ട് പോകുന്നത്. അന്ന് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ ബോർഡിൽ വെച്ച് പള്ളിയോട സംഘത്തിൻ്റെ പ്രസിഡന്റും പള്ളിയോട സംഘത്തിൻ്റെ സെക്രട്ടറി, ആറന്മുള ക്ഷേത്രത്തിൽ ഉപദേശ സമിതിയുടെ പ്രസിഡന്റും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടിച്ചേർന്നിരുന്ന് ധാരണയായിട്ടാണ് പോയത്. അന്നവർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ദേവസ്വം ബോർഡ് സദ്യ നടത്തുന്നത് പള്ളിയുടെ സംഘവുമായി ചേർന്നായിരിക്കണം. പള്ളിയുടെ സംഘമാണ് ഞങ്ങൾക്ക് സദ്യ നടത്തി തരുന്നത്. അങ്ങനെ ധാരണയായിട്ടാണ് പോയത്. പിന്നെ ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അടുത്ത ദിവസം ചർച്ചയുണ്ടാകും. ജനം, പത്തനംതിട്ട.